സ്വപ്നങ്ങളുണ്ട്, നമ്മൾ പറയാതെ വച്ചിട്ടുള്ള, നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് എന്തെങ്കിലും ഒരു ദിവസം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്വപ്നങ്ങൾ. ഈ ഒരു കശ്മീർ യാത്രയും അങ്ങനെ ഒരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്ന ലോകത്തെ ഇന്ന് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ജമ്മു കാശ്മീരിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നറിയപ്പെടുന്ന സോൻമർഗിലേക്കാണ്. ഈ സോൻമർഗ് ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് എത്താൻ നമുക്ക് ഏകദേശം 2.5 മണിക്കൂർ ട്രാവലിംഗ് ടൈം ഉണ്ട്. 2.5 മണിക്കൂർ ട്രാവലിംഗ് ടൈം ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഡെസ്റ്റിനേഷനാണ് സോൻമർഗ്. ശരിക്കും സോൻമർഗിൽ മാത്രമല്ല കേട്ടോ കാണാനുള്ളത്, അങ്ങോട്ടുള്ള യാത്രയും അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഫസ്റ്റ് ഡേ ശ്രീനഗറിൽ എത്തിയപ്പോൾ ദൽ ലേക്കിൻ്റെ സൈഡിലൂടെ ഒക്കെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ശ്രീനഗറാണെന്ന്. പിന്നീട് ഞങ്ങൾ 2ാമത് പോയത് ഗുൽമർഗിലേക്കായിരുന്നു. ഗുൽമർഗിലേക്കുള്ള യാത്രയും അവിടെ ഗൊണ്ടോളയിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഇതിൽ ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് ഇനി എവിടെ ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഇവിടെയൊക്കെ ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയായ സ്ഥലങ്ങളൊക്കെ കാണായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കശ്മീർ ഓരോ ദിവസം എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ പാരലായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട്, സിന്ധ് നദി. ജോജില പാസ് നിന്ന് തുടങ്ങി നമ്മുടെ ശ്രീനഗറിലെ ഝേലം നദിയിൽ പോയി അത് ചേരും. ഇപ്പം നമുക്ക് മഞ്ഞായതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നിങ്ങൾ സമ്മറിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു റിവറും അതിനോട് ചേർന്നുള്ള വാലിയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. സോൻമർഗ് സീ ലെവലിൽ നിന്നും 8960 ഫീറ്റ് ഉയരത്തിലാണുള്ളത്. ആ ഒരു എലിവേഷൻ ഗെയിൻ ചെയ്ത് വേണം നമ്മൾ അങ്ങോട്ട് എത്താൻ. ഈ ഒരു റോഡാണെങ്കിൽ അത്യാവശ്യം ചുരം റോഡാണ്. നല്ല വളവും തിരിവും നല്ല കയറ്റമൊക്കെ ഉള്ള റോഡാണിത്. നമ്മളിപ്പം സോൻമർഗ് ടണൽ എത്താറായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് 2 സൈഡിലെ നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. ഈ ഒരു ടണൽ വരുന്നതിന് മുമ്പ് സോൻമർഗിലേക്ക് എത്താൻ മറ്റൊരു വഴിയുണ്ടായിരുന്നു. അത് അത്യാവശ്യം റിസ്ക് ഉള്ള വഴിയാണ്. പിന്നെ അവിടെ നല്ലൊരു പാലമുണ്ട്, ഭയങ്കര ഭംഗിയുള്ളൊരു പാലം. ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡ്രൈവറിനോട് ചോദിച്ചപ്പം അങ്ങോട്ടുള്ള വഴി ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ടണലെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് വണ്ടി ഒന്ന് നിർത്തി ഒരു ബ്രേക്ക് എടുത്തു. ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് പോന്നിട്ട് ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ എവിടെയും വണ്ടിയൊന്നും നിർത്തി ബ്രേക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എവിടെയൊന്നും നിർത്തി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി. പിന്നെ ഇവിടുന്ന് ഒരു കാവ്യം കുടിച്ച് കുറച്ചു നേരം ഈ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് വീണ്ടും സോൻമർഗിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ഇപ്പം നമ്മൾ പോകുന്നത് സോൻമർഗ് ടണലിലൂടെയാണ്. ഏകദേശം ഒരു 6.5 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ നീളം. ഈ ഒരു ടണൽ വന്നുകൊണ്ട് നമുക്ക് ഏകദേശം 2.5 മണിക്കൂറൊക്കെ ട്രാവലിംഗ് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ടണൽ കഴിഞ്ഞ് ഇറങ്ങിയതും 2 സൈഡിലുമായിട്ട് നിറയെ സ്നോ കിടക്കുന്നത് കാണാം. ആക്ച്വലി ഈ ഒരു റോഡ് ഉണ്ടല്ലോ, ഇത് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് 0 പോയിന്റും ജോസില പാസും ഒക്കെ പോകാം. ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ വന്ന സമയത്ത് നല്ല സ്നോഫോളാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നല്ലപോലെ സ്നോഫോൾ ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് അങ്ങോട്ടുള്ള റോഡ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമ്മളങ്ങനെ സോൻമർഗ് എത്തി.
ഇവിടെ എത്തിയപ്പം ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട്. റോഡിന്റെ സൈഡിലായിട്ട് ഫുള്ള് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്ന കാണാം. നമ്മൾ ഡ്രൈവറിനോട് ചോദിച്ചപ്പം ആക്ച്വലി ഇന്ന് തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ മണിക്കൂറോളം ബ്ലോക്കിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. തിരക്ക് കുറവാന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളിവിടെ നോക്കിയപ്പോഴൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ആളുകൾ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം ഈ നടക്കുന്നത് സോൻമർഗിലൂടെയാണ്. സോൻമർഗ് മെഡോ ഓഫ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ ഒന്ന് ഫീൽ ചെയ്യുന്നത് ഇത് ശരിക്കും മെഡോ ഓഫ് സ്നോ ആണ്. 4 പാടും ചുറ്റും നമ്മൾ നോക്കുമ്പം സ്നോ ആണ്, ഫുള്ള് സ്നോ. സോൻമർഗിനെ സോനാമാർഗ് എന്നും പറയാറുണ്ട്. പണ്ട് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് സോനാമർഗ് എന്നായിരുന്നു. സോന എന്നാൽ ഗോൾഡ് എന്നാണല്ലോ. ഈ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന മലകൾക്ക് മുകളിലായിട്ട് രാവിലെ വൈകുന്നേരത്തെയൊക്കെ വെയിലടിക്കുമ്പോൾ അതിനൊരു സ്വർണ്ണ തിളക്കം വരും. അങ്ങനെയാണ് ഈ സോനാമാർഗ് എന്നുള്ള പേര് വരുന്നത്. അത് മാത്രമല്ല, ഈ സ്പ്രിങ്ങിലൊക്കെ ഈ മെഡോ നിറച്ചും നല്ല മഞ്ഞ പൂക്കളായിരിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പം നമുക്ക് ഒരു സ്വർണ്ണ പുതപ്പ് പുതച്ചു കിടക്കുന്ന സ്ഥലം പോലെ തോന്നും. നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്നോ ആക്ടിവിറ്റീസിൽ ഒന്നാണ് ഈ സ്നോ ബൈക്കിംഗ്. ഇവിടെ വരുന്ന അധികം ആൾക്കാരും ഈ സ്നോ ബൈക്കിംഗ് ആണ് ചെയ്യുന്നത്. പിന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് സ്ലെഡ്ജിങ്. ഒരുപാട് ആൾക്കാർ സ്ലെഡ്ജിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഗ്ലേസിയറിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും ചെയ്തു പോകാം. നിങ്ങൾ ഇവിടെ വന്ന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് റേറ്റ് കുറയ്ക്കാൻ നോക്കണം. പിന്നെ നിങ്ങൾ ആക്ടിവിറ്റി ഒക്കെ ചെയ്തതിന് ശേഷം പൈസ കൊടുക്കാൻ ശ്രമിക്കണം. ഇവിടെ ഇവർ പറയുന്നതൊന്നും പിന്നെ ചെയ്യുന്നത് വേറൊന്നുമാണ്. നമ്മളെ നല്ല രീതിക്ക് അവർ പറ്റിക്കാൻ ശ്രമിക്കും. ഞങ്ങളിവിടെ എത്തിയപ്പം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവരും ഇനി അങ്ങോട്ട് സ്നോ ആണല്ലോ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ 3 പേര് മാത്രമാണ് കുറച്ച് മുകളിലേക്ക് പോയത്. ഇവിടെ നിന്ന് ഇനി ഫ്രണ്ടിലേക്ക് കടന്ന് നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്, താജിവാസ് ഗ്ലേസിയർ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ നടന്നു പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്നോ ബൈക്ക് എടുത്തോ അല്ലെങ്കിൽ ഹോഴ്സിൻ്റെ മുകളിൽ കയറിയിരുന്നൊക്കെ പോകാം. ഞങ്ങൾ എന്തായാലും അവരവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്ന് വെച്ചു. ഇനി കുറച്ചു നേരത്തേക്ക് നിങ്ങൾ എന്നെയാണ് കാണാൻ പോകുന്നത്. ഇന്നലെ ഗുൽമർഗ് പോയപ്പം സ്നോ ഒക്കെ കണ്ടുവെങ്കിലും അങ്ങനെ സ്നോയിൽ കളിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇന്നലെ കുറേ കൺസേൺസ് ഉള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികം ടൈമൊന്നും അങ്ങനെ മുകളിൽ പോയി സ്പെൻഡ് ചെയ്തുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും സ്നോ എൻജോയ് ചെയ്യാൻ പോകുന്നൊരു ദിവസമാണ്. സോൻമർഗ് നമ്മള് വിന്ററിൽ ഒരിക്കലെങ്കിലും വന്നു പോകേണ്ട ഒരു സ്ഥലമാണിത്. അടിപൊളി.
സോൻമർഗിലെ തണുപ്പത്തൊരു മാഗി തണുപ്പിക്കുന്നു. ഞങ്ങളിവിടെ വന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ നേരം ഇങ്ങനെ വെയിലത്തൊക്കെ നിന്നപ്പം അങ്ങനെ തണുപ്പ് കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ സ്നോയിലൊക്കെ കടന്നു മറിഞ്ഞപ്പം ആകെ ദേഹത്തൊക്കെ വെള്ളമായി. സ്നോ ഒക്കെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ കുറേ നേരത്തേക്ക് നല്ല തണുപ്പായിരുന്നു. പിന്നെ ഒരു കാവയൊക്കെ കുടിച്ചപ്പോഴാണ് ഒന്ന് റെഡിയായത്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവർ വാട്ടർഫോളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇതാണ് ഗന്ദർബൽ വാട്ടർഫോൾ. ഈ ഒരു വാട്ടർഫോൾ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇത് ഇൻസ്റ്റയിലെ റീൽസിലൂടെ ഒക്കെ ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ്. ഈ ഒരു വാട്ടർഫോളിനോട് ചേർന്ന് തന്നെ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അത് കാണാനാണ് കുറച്ചും കൂടി ഭംഗിയെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ കുറച്ചു നേരം ആ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഒന്ന് നടന്നു. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സോൻമർഗിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.